നമ്മളങ്ങനെ ഗോവയിൽ കറങ്ങി ഒരു കാട്ടം പ്രദേശത്തേക്ക് എത്തി. ഗോവ എന്ന് വെച്ചാൽ ഫുൾ കാടാണല്ലോ. അപ്പോൾ നമ്മൾ കാട്ടും പ്രദേശത്തേക്ക് എത്തിയപ്പോൾ നമ്മളോടൊരു മനോഹര ദൃശ്യം കണ്ടു. അത് ഇതായിരുന്നു. അതായത് നമ്മളിപ്പോൾ പോയില്ലേ വൈറ്റ് ചർച്ച്, ആ ചർച്ചിൻ്റെ മിനാരമാണത്. അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് എന്താ രസം. ഇത് ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് എനിക്കൊരു പുതുമ തോന്നി, ഞാനിങ്ങ് ഷൂട്ട് ചെയ്തു. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ട ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന അതൊന്നല്ല. ആ കാട്ടുവഴിയിലൂടെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ട്രാവൽ ചെയ്തേക്കാം, എന്നിട്ട് നമുക്ക് പോയിന്റിലേക്ക് വരാം. ഒരു ഗുദാമിലാണ് ഈ സാധനം ഇരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ വന്നത് ഒരു വലിയ ഗുദാമിലാണ്. ഇത് വന്ന് കയറുന്നത് ഒരു റോഡിൻ്റെ എൻഡാണ്. ഒരു മലമുകളിലാണിത്. ഈ മലമുകളിൽ നല്ല രസമുള്ള ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്തേക്ക് എൻട്രി ഇല്ല എന്ന് വെച്ചാൽ അതിന് കാരണം അവിടെ എന്തോ റിനോവേഷൻ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി അവർ തരുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഏരിയയിലെ മനോഹാരിത ഒപ്പാലോ, അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ മനോഹാരിത. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി വന്ന സംഭവം എന്ന് പറയുന്നത് ഇത് ഈ ചർച്ചാണ്. ഒത്തിരി ഹിന്ദി സിനിമകൾ നിങ്ങൾ ഈ ചർച്ച് കണ്ടിട്ടുണ്ടാവും. ചാപ്പൽ ഈസ് അണ്ടർ റെസ്റ്റോറേഷൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ കാണാം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ അവിടെ റിനോവേഷൻ നടക്കുമ്പോൾ നമ്മളെ കയറ്റി കാണിക്കാമോ ചേട്ടാന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. വർഷങ്ങളോളം പഴക്കമുള്ളൊരു ചാപ്പലാണത്. വർഷങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിലൊന്നും. ചാപ്പൽ കിतने साल पुराना है? 600 വർഷം പഴക്കമുള്ള ചാപ്പലാണത്. എന്താ ഈ പുല്ല് ഇവിടെ എവിടെയും എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ അതിന് ചുറ്റുവട്ടത്തൊരു കാടുണ്ട്. ആ കാട്ടിലേക്ക് ഒരു കുഞ്ഞു വഴിയുണ്ട്. എന്താ ഒരു കൊടും കാടാണ്. ഉള്ളിൽ
എന്താ നൈസല്ലേ? ആ കാടിൻ്റെ ഭീകരത നല്ല രസമല്ലേ? പിന്നെ നമ്മുടെ വീക്ക്നെസ്സായ സൂര്യൻ വായിലെ നാവൊക്കെ വളഞ്ഞു തുടങ്ങി. കാരണം 3:30 മണിയായി. ഇതിൻ്റെ ഇടയിൽ നമ്മളൊത്തിരി നടന്നു പല വഴികളായിട്ട്. ഏകദേശം ഒരു 8-10 കിലോമീറ്റർ നടന്നു, ഒരു കുപ്പി വെള്ളം മാത്രം കുടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇതായ ചില ടയർഡ്നെസ്സൊക്കെ നമുക്കുണ്ടാവും. ഇത് നല്ല രസമുണ്ട് ചെടി കാണാനായിട്ടല്ലേ, കുട്ടി കുട്ടി ഇലകളായിട്ട്. അപ്പോൾ കാടിൻ്റെ ഭീകരത ഏകദേശം മനസ്സിലായോ? നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് വീണ് കിട്ടാറുണ്ട്. ഇതും അതുപോലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല രീതിയിലൊരു സാധനം വീണ് കിട്ടിയിട്ടുണ്ട്. എന്താ രസമല്ലേ? അപ്പോൾ അവിടെ ഒരു പട്ടിക്കുട്ടി വന്ന് ഒളിഞ്ഞു നോക്കി. അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റോട്ടം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ചെടി വളർന്നിട്ടുണ്ടേ. നമ്മുടെ പണ്ടത്തെ നാട്ടിലെ അപ്പല. അവിടെ ഒരു ചെറിയ സാധനം നിൽപ്പുണ്ട്. ഇതൊരു സംഭവമാണ്. പിന്നെ കുറേ വള്ളിച്ചെടികളും ഇവിടെ ഈ മയിലും അങ്ങനെയുള്ള കുറേ എന്തൊക്കെയോ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഭംഗിയല്ലേ? ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി അല്ലേ? നല്ല മനോഹരമായൊരു വീഡിയോ, കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള എല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി അല്ലേ? അപ്പോൾ നൈസല്ലേ? അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കുട്ടി സൈൻ ഓഫ്. ബൈ.